സുജയ, ഗംഗയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അതെ, നമാമി ഗംഗ എന്ന പ്രോജക്റ്റിനെ കുറിച്ച് 3 വർഷം മുൻപ് ആ ഭാഗത്ത് നടത്തിയ ഒരു യാത്ര വെച്ചുകൊണ്ടാണ് സാർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ചില മാധ്യമങ്ങളിലൊക്കെ ബംഗാളിന്റെ ഭാഗത്ത് നിന്ന് വന്ന അല്ലെങ്കിൽ ബംഗാൾ സൈഡിൽ നിന്നുള്ള ചില വാർത്തകൾ അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിനെ കുറിച്ച് വന്ന കൃത്യമായിട്ടുള്ള സ്റ്റോക്ക്ഹോം വാട്ടർ വീക്ക്, ആ സ്റ്റോക്ക്ഹോം വാട്ടർ വീക്കിൽ അതിന്റെ തീം എന്ന് പറയുന്നത് തന്നെ പിയർ നെറ്റ്വർക്കിംഗ് ഫോർ ഇന്റഗ്രേറ്റഡ് റിവർ ബേസിൻ പ്ലാനിംഗ് ആൻഡ് മാനേജ്മെന്റ്. അതിലെ മോഡലായി ലോകം തന്നെ അംഗീകരിച്ച മോഡലായി എടുത്തത് ഈ നമാമി ഗംഗെ പ്രോജക്റ്റിനെയാണ്. അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് പറയണം. അതുകൊണ്ട് തന്നെയാണ്, കാരണം നമ്മൾ വസ്തുതകളെ തന്നെ പറഞ്ഞു പോകണം. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ നമാമി ഗംഗെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് 5 ഭാഗങ്ങളായിട്ടാണ് നടപ്പാക്കിയത്. ഒന്ന്, അൺപൊല്യൂട്ടഡ് റിവർ, അത് ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത്. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് ഫ്ലോ, കൃത്യമായി ജലം ഒഴുകുന്നതിനുള്ള സംവിധാനങ്ങൾ, പലയിടങ്ങളിലും തടഞ്ഞു നിന്നിരുന്ന അഴുക്ക് ചാലുകളായി മാറിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഗംഗയ്ക്ക്. പിന്നെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇതിൽ ഉറപ്പാക്കി. ജൻ ഗംഗ എന്ന പദ്ധതിയിലൂടെ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഈ ക്ലീനിങ് പ്രോസസ്സിൽ കുട്ടികളടക്കമുള്ളവർ പങ്കാളികളായതൊക്കെ അക്കാലത്ത് വാർത്തയായതാണ്. പിന്നെ ഗ്യാൻ ഗംഗ, നോളജ് ആൻഡ് റിസർച്ച് ബേസ്ഡ് ഇന്റർവെൻഷൻസ് ആൻഡ് അർത്ത് ഗംഗ, ഈ എക്കണോമിക് ഗ്രോത്ത്, കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്, ഇങ്ങനെ ഈ 5 ഘട്ടങ്ങളായി ഈ പദ്ധതി വളരെ കൃത്യമായി തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വേൾഡ്സ് ഫോർമോസ്റ്റ് റിവർ റീജുവിനേഷൻ പ്രോഗ്രാം, അങ്ങനെയാണ് ഈ നമാമി ഗംഗയെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ UN-ന്റെ കോൺഫറൻസ് ഉണ്ടായിരുന്നു ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയിൽ 2022 നടന്ന മോൺട്രിയലിലാണ് കോൺഫറൻസ് നടന്നത്. അതിൽ ലോകത്തെ തന്നെ വേൾഡ് റിസ്റ്റോറേഷൻ ഫ്ലാഗ്ഷിപ്സ്, അതാണ് ആ ടൈറ്റിൽ. ആ ടൈറ്റിലിൽ ആദ്യ ലിസ്റ്റിൽ തന്നെ വന്നിരിക്കുന്ന പ്രോജക്റ്റാണ് നമാമി ഗംഗ. അത് നമ്മുടെ രാജ്യത്തുള്ള ഒരു പ്രോജക്റ്റ് വളരെ നന്നായി ഇംപ്ലിമെന്റ് ചെയ്തതിൽ നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഗംഗാ ശുചീകരണം എവിടെ നടന്നു, കോടികൾ കൊണ്ടുപോയി വെള്ളത്തിലൊഴുക്കി, മൃതദേഹങ്ങൾ ഒഴുകി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യം നടപ്പാക്കിയ, അത് ലോക ശ്രദ്ധയിലേക്ക് പോയ ഒരു പ്രോജക്റ്റിനെ നമ്മൾ തള്ളി പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. പിന്നെ നമാമി ഗംഗ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് നദിയുടെ ജലത്തിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിപ്പോൾ പോയി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കഴിഞ്ഞ വർഷം യാത്ര ചെയ്തിട്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഗംഗയുടെ ജലത്തിന്റെ നേരത്തെ എത്രത്തോളം പൊല്യൂട്ടഡ് ആയിരുന്നു എന്നുള്ളത് ഉണ്ണിസാറിനൊക്കെ അറിയാമല്ലോ, തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ വെള്ളത്തിന്റെ ക്വാളിറ്റിയെക്കുറിച്ച്. ഇപ്പോൾ സമീപകാലത്ത് വരുന്ന മാധ്യമങ്ങളിൽ, അത് സർക്കാരിനെ പുകഴ്ത്തുന്ന മാധ്യമങ്ങൾ മാത്രമൊന്നും അല്ലല്ലോ എല്ലാ മാധ്യമങ്ങളും എന്ന് അങ്ങ് വിശ്വസിക്കുന്നില്ലല്ലോ. എവിടെയെങ്കിലും ഈ റിവർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാതെ പോയി അല്ലെങ്കിൽ പഴയപടി തന്നെ കിടക്കുന്നു എന്നൊരു റിപ്പോർട്ടെങ്കിലും അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? എനിക്ക് പക്ഷേ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് UN അംഗീകരിച്ച, ഈ മോൺട്രിയൽ ഫോറം അംഗീകരിച്ച ആ പദ്ധതി രേഖയിൽ തന്നെ നമാമി ഗംഗെ പ്രോജക്റ്റിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇംപ്ലിമെന്റേഷൻ പക്കയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സർക്കാർ പിന്നെ ഒരു കാര്യങ്ങളും നടപ്പാക്കുന്നില്ല എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ഇതിപ്പോൾ ഇന്റഗ്രേറ്റഡ് റിവർ ബേസിൻ, റിവർ ഇൻഫ്ലോ തുടങ്ങിയ കാര്യങ്ങളിലുള്ള കൃത്യമായ വിവരമാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഈ കുടുംബശ്രീ, ഡിജിറ്റൽ സാക്ഷരത, ശിശുമരണ നിരക്ക്, കേരളം പിന്നിലാണെന്ന് ആര് പറഞ്ഞു? കേരളം മുന്നിലാണ്. പക്ഷേ അതോടൊപ്പം നമ്മുടെ രാജ്യവും മുന്നിലാണെന്ന് ഇടയ്ക്കൊന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. ഒരു അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നേറുന്നില്ല എന്ന് നമ്മൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നിടത്ത് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. കേരളം പല മേഖലകളിലും മുന്നിലാണ്, രാജ്യത്തിന് തന്നെ മാതൃകയാണ്. അങ്ങനെ തന്നെ തുടരുകയും വേണം. പക്ഷേ അതോടൊപ്പം രാജ്യം കൈവരിക്കുന്ന കുതിപ്പിനൊപ്പം കേരളം സഞ്ചരിക്കില്ല, കേരളം മാറി നിൽക്കുമെന്ന് ചിന്തിക്കുന്ന ഇടത്താണ് കുഴപ്പം. അതിനോട് മാത്രമാണ് എനിക്ക് വിയോജിപ്പ്. പിന്നെ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടി എന്നോ സുരേന്ദ്രന്റെ ഗ്യാരണ്ടി എന്നോ പറയുന്നതിനേക്കാൾ ആളുകൾക്ക് മുന്നിലുള്ള കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത വിജയിക്കുന്ന ഫോർമുലകളുടെ ഒരു മോഡലാണ് നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികളിലൂടെ, തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളിലൂടെ രാജ്യത്തിന് വിശ്വാസമുള്ള ഒരു ഫോർമുലയാണ് നരേന്ദ്രമോദി. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും ഒക്കെ മുന്നിൽ നിർത്തുന്നത്. അതേ തന്ത്രം തന്നെ ഇവിടെയും പയറ്റാൻ ആ പാർട്ടിക്ക് അവകാശമുണ്ട്. അത് തന്നെയാണ് അവർ ഗംഗയുമായി Meet the editors.